ശിവയെ നന്ദി, ശിവയെ സ്തുതി. സുഖാണല്ലോ ഉണ്ണികൃഷ്ണൻ? സുഖാണല്ലോ. മാളയിൽ നിന്ന് വന്നിരിക്കുന്നത്, മാളയിൽ നിന്നാണ് രണ്ടുപേരും വന്നിരിക്കുന്നത്. നമ്മുടെ ഒന്നാമ്മയുടെ കസിൻസ് അല്ലേ, ചേച്ചിയുടെ അത്ഭുതകരമായിട്ട് കർത്താവ് ഇടപെട്ട് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോകണ്ട, എന്താ പറയാ, പർവ്വതം പോലെ വന്ന ഒരു പ്രശ്നത്തെ തമ്പുരാൻ ചെറിയ ഒരു മൺകൂന പോലെയാക്കി മാറ്റിക്കളഞ്ഞു അല്ലേ? ആണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തന്നൊരു വചനം നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തന്നൊരു വചനം ഇതാണ്. ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ്, 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായം 15-ാമത്തെ തിരുവചനമാണ് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് സംസാരിച്ചത്. 2 ദിനവൃത്താന്തം 7:15. എന്താണ്? ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും, എൻ്റെ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഈ ആലയം ഞാൻ തെരഞ്ഞെടുത്തു, അതിനെ വിശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവകമായ കടാക്ഷം സദാ, ഇന്നൊരു ദിവസമല്ല കേട്ടോ, സദാ ഇവിടെ ഉണ്ടായിരിക്കും. മനസ്സിലായോ? നിങ്ങൾക്കുള്ള വിശേഷമാണ് ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ. അപ്പോ എല്ലാ ആഴ്ചയിലും ഇവിടെ വരിക എന്നുള്ളതല്ല അർത്ഥം. എവിടെ ദൈവത്തിന്റെ നാമം അനുസ്മരിക്കുവാൻ ഇടവരുത്തുന്നുണ്ടോ, രക്ഷിക്കുന്ന ദൈവത്തിന്റെ നാമം, ഐ മീൻ ജീസസ് ക്രൈസ്റ്റ്, ഹീസ് ദ ഓൺലി സേവിയർ, ഹീസ് ദ ഓൺലി സേവിയർ. അവന്റെ നാമം എവിടെ അനുസ്മരിക്കാൻ ഇടവരുത്തുന്നുണ്ടോ, ഇടവരുന്നുണ്ടോ, അവിടെയെല്ലാം ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതാണ് ഈ വചനം പറയും, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥന. എവിടെ നിന്ന്? ദൈവത്തെ ആരാധിക്കുന്ന ഇടങ്ങളിൽ നിന്ന്. ദൈവത്തെ ആരാധന ഒത്തിരി ഉണ്ടല്ലേ, ലക്ഷക്കണക്കിന് ആരാധനയുണ്ട് ലോകത്ത്. പല ടൈപ്പിലുള്ള ആരാധനകളുണ്ട് അല്ലെ, പല വിശ്വാസത്തിലുള്ള ആരാധനകളുണ്ട്. എന്നാൽ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന മക്കൾക്ക് എല്ലാം സാധ്യമാണ്, എല്ലാം സാധ്യമാണ്. കാരണം ആരാധിക്കുന്ന മക്കളുടെ കൂടെ, ആ സമൂഹത്തിന്റെ കൂടെ, കൂട്ടായ്മയുടെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടാകും. അതാ ഈ വചനത്തിന്റെ തൊട്ടുമുകളുടെ വചനം പറയുന്നത്, എന്റെ നാമം പേറുന്ന എന്റെ ജനം കണ്ടോ. എന്റെ നാം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഉണ്ണികൃഷ്ണനും ചന്ദ്രനും ജോബിനും ദേവസേട്ടനും ജോസേട്ടനും ബിജുവും ഞാനും ഒക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ തേടുന്ന, ദൈവത്തെ പേറുന്ന, എന്താ പേറുന്ന എന്ന് പറഞ്ഞാൽ വഹിക്കുന്ന അഥവാ എടുക്കുന്ന, ദൈവത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ദൈവം പറയുകയാണ്, എന്റെ നാമം പേറുന്ന എന്റെ ജനം. ബഹുമാനത്തോടെയാണ് ദൈവം നമ്മളെ വീക്ഷിക്കുന്നത്, ഒത്തിരി ബഹുമാനത്തോടെ. കാരണം എന്താ? Because we are the people of the Lord. നമ്മൾ ദൈവത്തിന്റെ ജനമാണ്, നമ്മൾ ദൈവ മക്കളാണ്. ദൈവം പറയാണ്, കുഞ്ഞുങ്ങളെ, എന്റെ മക്കളെ, നിങ്ങൾ എന്നെ വഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ, ഇവിടെ പൊഴിക്കുന്ന കണ്ണുനീരിനെ, തകർന്ന ഹൃദയത്തെ ഞാൻ മാനിക്കും.
കണ്ണുനീര് ഞാൻ വിലയിട്ട് ഞാൻ സൂക്ഷിച്ചു വെക്കും. എന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെക്കും. പറയുക, ഈ ആഴമായ വിശ്വാസത്തിൽ നിന്ന് ഒരു വ്യക്തി ദൈവത്തെ ആരാധിച്ചാൽ ദൈവം പറയുകയാണ്, നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കും, നിന്റെ പാപം ഞാൻ ക്ഷമിക്കും, നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെ, നിന്റെ ദേശത്തെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിശ്വാസത്തിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നാം മുഖാന്തരം നമ്മുടെ കുടുംബം, നമ്മുടെ അയൽപക്കം, നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വചനത്തിലൂടെ നമ്മളോട് ദൈവം സംസാരിക്കുക, അഥവാ എസ്പെഷ്യലി ഫോർ യു ആൻഡ് യുവർ ഫാമിലി സംസാരിക്കുക. വിശ്വസിക്കുന്ന അനന്തം നമുക്ക് ദൈവത്തെ കൂടാതെ അപ്പൊ ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്നതിന്റെ അർത്ഥം പോസിബിൾ ആണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ യോഹന്നാൻ 15:5, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം തിരുവചനം, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവനെ കൂട്ടിന് പിടിച്ചാൽ, പാർട്ണറാക്കിയാൽ, എന്റെ സ്വന്തമാക്കിയാൽ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ആരോഗ്യം വീണ്ടെടുക്കും, ആയുസ് നീട്ടിത്തരും, വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കും. അനുഗ്രഹം പറയുന്നത് അവനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. യേശുവിനോട് കൂടെ ആയിരിക്കുക. കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്ന എന്നെയും നമ്മൾ ഓരോരുത്തരെയും, ഉണ്ണികൃഷ്ണൻ മാത്രമല്ല എല്ലാവരെയും, അല്ലേ? ഇവിടെ ക്രൈസ്തവന് എന്തെങ്കിലും പുണ്യമുണ്ടോ, മേന്മയുണ്ടോ? ഒന്നുമില്ല. ശ്ലീഹ ചോദിക്കുന്നത് അല്ലേ, എന്ത് മേന്മയാണുള്ളത് യഹൂദന്? വിശ്വസിക്കുന്നില്ലെങ്കിൽ ക്രൈസ്തവൻ വിജാതിയേക്കാളും അധംപതിച്ചവനാണ്. വിശ്വസിക്കുന്നില്ല. ഒന്നാണ് വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവം സമീപസ്ഥനായ ദൈവം. യേശു അവൻ സമീപസ്ഥനായ ദൈവമാണ്. നമ്മുടെ കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതലായിട്ട് കടന്നു വന്നിരിക്കുന്ന ക്രൈസ്തവരായിട്ടുള്ള മക്കളാണ്. നമ്മുടെ വേളാങ്കണ്ണി യാത്രയിലും നമ്മുടെ കൂട്ടായ്മയിലും ഒത്തിരി മക്കൾ കടന്നു വന്നു. അതുകൊണ്ട് ഞാൻ അവരോട് പറയും, മക്കളെ, യേശു കർത്താവ് ഒരു മതം സ്ഥാപിക്കാൻ വന്നവനല്ല. യേശുവിന് മതം ഇല്ല. യേശു ലോകത്തിന്റെ രക്ഷകനാണ്. സർവമാനവരുടെയും വീണ്ടെടുക്കാൻ വന്നവനാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചു. യഥാർത്ഥമായ പ്രകാശം ലോകത്തിലേക്ക് കടന്നു വന്നു. പ്രകാശം മീൻസ് ദൈവമാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് അന്ധകാരം. ബൈബിൾ പറയുന്നൊരു കാര്യമുണ്ട്, അന്ധകാരത്തിലായിരിക്കുന്നവര് അവര് ദൈവവുമായി യാതൊരു കൂട്ട
കൂട്ടായ്മയില്ല, ബന്ധമില്ല. അതുകൊണ്ട് നമ്മുടെ ഭാരതത്തില് നമുക്കറിയാം, ഇന്നലെ നമ്മള് ദുഃഖാന തിരുനാൾ ആഘോഷിച്ചു, സെന്റ് തോമസ് ഡേ അല്ലേ? AD 70 സെന്റ് തോമസ് ഭാരതത്തില് വരിക, അഥവാ കേരളത്തിലേക്ക് വരിക. അവിടെ നിന്ന് പകർന്നു കിട്ടിയ വിശ്വാസമല്ലേ നമ്മുടെ വിശ്വാസം, അല്ലേ? അതിനു മുമ്പ് ഇവിടെ മനുഷ്യരില്ലായിരുന്നോ? അവർ ദൈവത്തെ വിളിക്കുന്നില്ലായിരുന്നോ? അവർ വിളിക്കുന്നുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അല്ലേ? നമ്മുടെ ആർഷഭാരതം, അല്ലേ? ഋഷി മുനി വരന്മാർ അവരൊക്കെ ദൈവത്തെ തേടുന്നവരായിരുന്നു. കണ്ടെത്താതെ വന്ന് ദിവസങ്ങളോളം ജലപാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് തപസ്സിരുന്ന് ദൈവീക ചിന്തയിൽ അവരൊന്നായി തീർന്നു. പുറ്റുവന്ന് മൂടാൻ തക്കവണ്ണം ധ്യാനാത്മകമായ ചിന്തയിൽ ആണ്ടുപോയ ഋഷിമുനി വരന്മാരെ. വാൽമീകി എന്ന് പേരെങ്ങനെയാ വന്നത്? വാൽമീകി എങ്ങനെ വന്നു? പുറ്റുവന്ന് മൂടിയിട്ട് പോലും പറഞ്ഞില്ല, അല്ലേ? മനസ്സിലാക്കി. നമ്മുടെയൊക്കെ പ്രാർത്ഥന എവിടെ നിൽക്കുന്നു? ദൈവിക ചിന്ത എവിടെ നിൽക്കുന്നു? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്ര രാജ്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കും, എത്ര ദേശങ്ങളിലൂടെ നമ്മൾ പോകും. അടിപൊളി പ്രാർത്ഥന സ്തുതിപ്പോഴും നടക്കുക. വീട്ടിലെന്തായിരിക്കും പ്രശ്നം? ഇപ്പൊ വീടിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ പോകുന്നതെല്ലാം കുറവ് അവിടെ പരിഹരിച്ചോ? നികത്തപ്പെടും. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നുണ്ടാവോ? ഭാര്യ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു 100,000 പ്രശ്നങ്ങളാണ് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുക. ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കണം ഒക്കെ മനുഷ്യനും തന്നെയാണ്. എന്നാൽ നിറഞ്ഞ് പുറ്റുവന്ന് ചതിൽപ്പുറ്റുവന്ന് മൂടിയിട്ട് പോലും അറിയാത്ത മനുഷ്യരെ ഈ ഭാരതത്തിലുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി, ദൈവാനുഭവം, ഗാഡ് എക്സ്പീരിയൻസ്, അത് ലഭിക്കുന്നതിന് വേണ്ടി, ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി സർവ്വതും ത്യജിച്ച് അവര് പ്രാർത്ഥനയിൽ മുഴുകി ഇരുന്നു. അവര് പ്രാർത്ഥിച്ചു. അവർക്കറിയാം ഈ ലോകത്തിന്റെ അന്ധകാരം മനുഷ്യനാശത്തിലേക്കും തകർച്ചയിലേക്കും കൊണ്ടുപോകും. നിത്യപ്രകാശമായ ദൈവസാന്നിധ്യം ഇവിടെ ഇറങ്ങണം. അതുകൊണ്ട് അവര് പ്രാർത്ഥിച്ചു. ഞങ്ങളെ ഈ ലോകത്തിന്റെ അന്ധതയിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് നിത്യപ്രകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമേ, കൂട്ടിക്കൊണ്ടു പോകണമേ. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് ഇന്നേക്ക് 2025 വർഷം മുമ്പ് ജെറൂസലേമിലും യൂദയായാലും ഗലീലയായാലും പരിസര പ്രദേശങ്ങളിലും 33 വയസ്സ് മാത്രം പ്രായമുള്ള യുവത്വം തുളുമ്പി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി മിശിഹായെ അവകാശപ്പെട്ടുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം. മറ്റൊരു വ്യക്തി പോലും, ഒരു മതസ്ഥാപകൻ പോലും, ദൈവമായി ആരാധിക്കുന്ന ഏതെങ്കിലും പ്രതിഷ്ഠയോ പ്രതിഷ്ഠയുടെ മുമ്പിൽ വണങ്ങുന്നവരോ അതിന്റെ മതമേലധികാരികളോ അന്നേ വരെ പ്രഖ്യാപിക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റ്, I am the light of the world. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു. ആരും അതിനെ ക്രിട്ടിസൈസ് ചെയ്തില്ല. ആരെങ്കിലും അതിനെ എതിർത്ത്
പറഞ്ഞില്ല. കാരണം അവന്റെ കൂടെ അവന്റെ മുഖത്തേക്ക് നോക്കുന്നവർ അവര് പ്രകാശമുള്ളവരായി തീരുകയാണ്. പിന്നെ എങ്ങനെ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റും? നമ്മുടെ ഹൃദയത്തിൽ അല്പസമയം നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നൊരു പ്രകാശമുണ്ട്. അല്ലേ? ഇതാണ് അവന്റെ സാന്നിധ്യം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഋഷിമുനിമാന്മാർ അവർ മരിച്ചുപോയി. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് എവിടെയാണ്? വിശുദ്ധ ബൈബിളിൽ മാത്രമേ അതിന്റെ ഉത്തരമുള്ള പ്രാർത്ഥന ഉത്തരം. അവര് ദൈവാന്വേഷികളായിരുന്നു. സത്യം അന്വേഷിച്ചതിനെ കണ്ടെത്തണം, മുറുകെ പിടിക്കണം. ആ സത്യത്തിൽ മാത്രമായിരിക്കണം. അങ്ങനെയുള്ള ചിന്താഗതിയുള്ളവരായിരുന്നു. അവര് പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. കാരണം ഒരു വ്യക്തിക്ക് ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ, വ്യക്തിപരമായി ഗാഡ് എക്സ്പീരിയൻസ് അനുഭവിക്കണമെങ്കിൽ ആ വ്യക്തി സത്യത്തിന്റെ നീതിയുടെ മാർഗത്തിൽ ആയിരിക്കണം. അവർ പ്രാർത്ഥിച്ചു, അസതോമ സത്കമയ, അസതോമ സത്കമയ. അസതോമ സത്കമയ, അസത്യത്തിൽ നിന്ന് യഥാർത്ഥ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, നയിക്കണമേ. യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു, എന്താണ് സത്യം? എന്താണ് സത്യം? വചനമായി ഭൂമിയിൽ അവതരിച്ച, വചനം മനുഷ്യനായി അവതരിച്ച, യോഹന്നാൻ 1:14, വചനം മനുഷ്യനായി അവതരിച്ച യേശുവാണ് സത്യമെന്നും അവന്റെ വചനമാണ് സത്യമെന്നും പീലാത്തോസിന്റെ മുൻപിൽ പറയുകയാണ്. വചനമാണ് സത്യം. ഒരു വ്യക്തിക്ക് സത്യത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ അവനിൽ എന്തുണ്ടായിരിക്കണം? വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ അവന്റെ ചങ്കിനകത്തുണ്ടാകണം, അവന്റെ ഹൃദയത്തിലുണ്ടാകണം, അവന്റെ അധരത്തിലുണ്ടാകണം, അവന്റെ തലയിലുണ്ടാകണം, ബുദ്ധിയുടെ തലങ്ങളിലുണ്ടാകണം. ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യന്റെ ആയുസ്. ചത്ത് കെട്ടടങ്ങി അല്ലേ, മറവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നു. അവിടെ എല്ലാം തീർന്നു. അതിനപ്പുറം ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. അവര് പ്രാർത്ഥിച്ചിരുന്നു. അവരുടെ അടുത്ത പ്രാർത്ഥന എന്തായിരുന്നു? മൃത്യോർമ്മ അമൃതം ഗമയ. മൃത്യോർമ്മ അമൃതം ഗമയ. മരണത്തിൽ നിന്ന് നിത്യതയിലേക്ക്, എറ്റേണൽ ലൈഫ്, നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിച്ചായിരുന്നു. യഥാർത്ഥ സത്യാന്വേഷികൾ, ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ദൈവത്തെ തേടുന്നവർ, അവരുടെ പ്രാർത്ഥന ഈ ഭാരതത്തില് ക്രിസ്ത്യാനി ഉണ്ടാകുന്നതിന് മുൻപേ ഉണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചിരുന്നു. മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക്, മരണത്തോടുകൂടി സകലതും തീരുകയാണെങ്കിൽ പിന്നെ നമുക്ക് തിന്നു കുടിച്ച് സുഖിച്ച് അടിച്ച് പൊളിച്ച് അല്ലേ ഇങ്ങനെ ജീവിക്കാം.
ജീവിക്കാം. നിരീശ്വരവാദികൾ പറയുന്നത് ഒരു രവീന്ദ്രൻ ഇറങ്ങിയിട്ടില്ല. ഒരു രവീന്ദ്രൻ നിരീശ്വരവാദി പുള്ളി പറയുന്നത് പോലെ വിശുദ്ധ ഗ്രന്ഥം പറയും, യേശു കർത്താവ് നമ്മളോട് പറയും, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്താ അർത്ഥം? ശരീരം മരണത്തിലൂടെ ഇല്ലാതായാലും അഴുകിത്തീർന്നാലും നിന്റെ ഉള്ളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന ജീവൻ, ആത്മാവ്, അതെന്റെ സന്നദ്ധിയിലേക്ക് വന്നണയും. അപ്പൊ ഈ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിലെ ഹ്രസ്വമായ ഈ നാളുകൾ നമ്മൾ ജീവിച്ച് തീർക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒരുവനും രക്ഷയില്ല എന്ന് പറയുന്നത്. മുസ്ലിം ആകട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, യേശുവിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ ഒരു വ്യക്തി അടിയുറച്ച് വിശ്വസിക്കുന്നില്ല എങ്കിൽ, അത് നൽകുന്ന ദാതാവ് അവനാണ് എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ, യേശു കർത്താവാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ, അവന്റെ ഈ ലോക ജീവിതം പാഴായിപ്പോയി. മൃഗതുല്യമായ ഒരു ജീവിതം. മൃഗങ്ങൾ പരസ്പരം ഭക്ഷണം കഴിക്കുന്നു, സ്നേഹിക്കുന്നു, അല്ലേ, അടിവെക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. അവസാനം ഒന്നുകിൽ കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ചത്തുകെട്ടടങ്ങി പോകുന്നു. അതോടെ തീർന്നു എല്ലാം. മനുഷ്യൻ എങ്ങനെയാണോ അല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്, വിലയുള്ള ജീവിതമാണ്. കാരണം അതവൻ നേടിത്തന്നത് വെറുതെ പ്രസംഗിച്ചിട്ടല്ല. പ്രസംഗിച്ചത് മുഴുവൻ പ്രാവർത്തികമാക്കിക്കൊണ്ട് അവന്റെ ജീവനും ജീവിതവും മാനവകുലത്തിന് വേണ്ടി ഒരു ബലിയായി അർപ്പിച്ചുകൊണ്ട് മാനവകുലത്തെ മുഴുവനും വീണ്ടെടുത്തു. അതുകൊണ്ടാണ് അവൻ എന്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം അസന്നിധ്യമായി പ്രഖ്യാപിക്കുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബൈബിൾ ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. യേശു ഈ ബൈബിളിൽ നിന്നാണ് ആ വചനം തന്നത്. ആദ്യം പറഞ്ഞ വചനം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്ത് രക്ഷയാ? ആത്മാവിന്റെ രക്ഷ, അഥവാ നിത്യത, നിത്യജീവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിത്യതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വില കൊടുക്കുന്നത്. ആനക്കൂട്ടിന്നും അല്ലേ, തൃശ്ശൂരിന്നും ഹൈറേഞ്ചിനും ഒക്കെ നമ്മൾ വരുന്നത്, ഈ വില കൊടുക്കുന്നത് ഈ നിത്യത സ്വന്തമാക്കണം. അതിനു വേണ്ടിയാ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് നൽകി കഴിഞ്ഞു. അത് നൽകി കഴിഞ്ഞു. സൗഖ്യം ആദ്യം വന്നത് ശരീരത്തിലല്ല കേട്ടോ, ആത്മാവിലാണ്. എന്താ അനുഭവമായി നമ്മൾ സാക്ഷ്യം പറയണം. പ്രാർത്ഥിച്ചപ്പോ
ഉണ്ടായ അനുഭവം, ആത്മാവ് ഇറങ്ങി വരുന്ന അനുഭവം. 10, 60, 70 ഇവിടുന്ന് എത്ര കിലോമീറ്റർ? 60, 70 കിലോമീറ്റർ ഇല്ലേ നിങ്ങൾ താമസിക്കുന്നിടത്തേക്ക്? മാളയപ്പുറം അല്ലേ? അവിടുന്ന് പോട്ടെ. അഷ്ടമിച്ചറ ആ ഒരു 60 കിലോമീറ്റർ അല്ലേ ഉണ്ടാവും. ഈ 60 കിലോമീറ്റർ അകലെ ഇരുന്നുകൊണ്ട് ഒരിക്കലും കാണാത്ത ഈ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സഹോദരൻ ഒരിക്കലും കണ്ടിട്ടില്ല. എങ്ങനെയാണ് അവിടെ കർത്താവ് ഇടപെട്ടത്? എങ്ങനെയാണ് കർത്താവ് പ്രവർത്തിച്ചത്? നമ്മുടെ ദൈവം ദൂരപരിധികൾക്കൊക്കെ അപ്പുറം കടന്നു ചെല്ലുന്നവനാണ്, പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ട് പൂർണ്ണമായി വിശ്വസിക്കുക. അവന്റെ വചനത്തിൽ നമ്മൾ വിശ്വസിച്ച്, അവന്റെ നാമത്തിൽ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ സാന്നിധ്യമാണ് നമ്മിലേക്ക് ഇറങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ നിയമങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? നിയമങ്ങൾ എഴുതി അടുത്ത് കയ്യിൽ പിടിച്ച്, നിയമങ്ങളെല്ലാം അടുത്ത് കയ്യിൽ പിടിക്കുക. നമ്മൾ കൈ പിടിക്കുക. അവരെ പറയാം, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് സസ്യപിതാവിന്റെ ശക്തമായ മധ്യസ്ഥതയിൽ നമ്മുടെ നിയമങ്ങൾ നമ്മൾ സമർപ്പിക്കുക. ഇതാ ഉറങ്ങിക്കിടക്കുന്ന പിതാവ് ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വർഗത്തിന്റെ ദർശനങ്ങൾ കാണുന്ന പിതാവ്. അമ്മ മാതാവിനെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ സ്വർഗം സ്വപ്നത്തിലൂടെ ഇടപെട്ടു. ദൈവത്തിന്റെ ശക്തിയാണ് അവളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അവളുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന ശിശു ദൈവശക്തിയാലാണ്, പരിശുദ്ധാത്മശക്തിയാലാണ്, ദൈവവചനമാണ് മാംസമെടുത്ത് അവളിൽ ശിശുവായി രൂപാന്തരപ്പെട്ടത്. അതുകൊണ്ട് അവളെ സംശയിക്കേണ്ട, അത് സ്വർഗത്തിന്റെ ഇടപെടലാണ്. ആദ്യത്തെ സ്വപ്നം അത് ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചു, നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. പിന്നെ ഒരിക്കലും യോസേപ്പിതാവിനൊരു സംശയം ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഒരു സംശയം ഉണ്ടായിട്ടില്ല. യേശുവിനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ കേട്ടേക്കുന്നു അല്ലേ? അതിന് മറ്റൊരു വ്യാഖ്യാനം പിന്നെ പ്രാർത്ഥിച്ചപ്പോ ആത്മാവ് വെളിപ്പെടുത്തി തന്നു. അന്ന് പറയാത്തൊരു വ്യാഖ്യാനമാണ്. യേശുവിനെ പ്രസവിക്കുന്നത് വരെ യോസേപ്പിതാവ് അവളെ അറിഞ്ഞില്ല. എന്തറിഞ്ഞില്ല? ലോകത്തെ മുഴുവനും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള മിശിഹ ഇവളിൽ നിന്ന് ഭൂജാതനായി എന്നുള്ളത് യോസേപ്പിതാവ് അറിഞ്ഞത് യേശുവിന് ജന്മം കൊടുത്തതിന് ശേഷം. ലോകത്തിന്റെ രക്ഷകൻ ഇവനാണെന്ന് അറിഞ്ഞത് യേശുവിനെ പ്രസവിച്ചതിന് ശേഷം. ചില വെളിപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഹൃദയത്തിലില്ലായിരുന്നു, ബുദ്ധിയുടെ തലത്തിലായിരുന്നു. ഹൃദയത്തിൽ അവൻ ഏറ്റെടുത്തത് അവനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ. അതാണ് അവനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞിരുന്നില്ല. ദൈവത്തിന്റെ മാതാവാണ് ഇവളെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. അന്നേരം അറിഞ്ഞിരുന്നെങ്കിൽ ശംഖ് പൊട്ടി ചത്തുപോയത് അല്ലേ? ദൈവത്തിന്റെ അമ്മ, എന്റെ ഭാര്യ ആകാൻ പോകുന്നവള്. അപ്പൊ തന്നെ അറ്റാക്ക് വന്ന് അവിടെ തീർന്നു. പരമപരിശുദ്ധനായ ദൈവം ജനിക്കാൻ പോകുന്നത് വിവാഹ വാഗ്ദാനം ഞാനുമായി നടത്തിയിരിക്കുന്ന ഈ കന്യകയിൽ നിന്നാണെന്ന് അതിന്റെ പൂർണ്ണതയിൽ അവൻ അറിഞ്ഞത് അവൾ അവനെ
പ്രസവിച്ച് കഴിഞ്ഞപ്പോഴാണ് അവളെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല. അറിഞ്ഞു. പിന്നെ അറിഞ്ഞതാ ഈ സത്യമാണ് അറിഞ്ഞത്. അതുകൊണ്ട് സ്വർഗം എഴുതി വെച്ചു, അവൻ നീതിമാൻ ആയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ പോയിട്ട് എനിക്ക് ഇരുമ്പോ കാണാൻ പറ്റില്ല. ഞാൻ അവൻ നീതിമാനാണെന്ന് എനിക്ക് കാണാൻ പറ്റും. കാരണം കുറെ നാളുകളായി എന്നെ ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ പിരിയേറ്റിക്കൊണ്ടിരിക്കുക. നീ എന്റെ നാമം വഹിക്കുന്നവനാണ്, സ്വർഗത്തില് എഴുതപ്പെട്ട നാമം, നിന്റെ നാമം എന്റെ നാമമാണ്. എന്നിട്ട് നീ എന്നെ കുറിച്ചൊന്നും പറയുന്നില്ല. വാതോരാതെ വേറെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോ പിള്ളേര് പറഞ്ഞ കട്ട സപ്പോർട്ടായിരിക്കും. ആര്? കട്ട സപ്പോർട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാമം വഹിക്കുന്ന വിശുദ്ധരുടെ നാമം നമ്മൾ വഹിക്കുന്നു. ആ വിശുദ്ധരെ ഏറെ ബഹുമാനത്തോടെ നമ്മൾ കാണണം. അവരുടെ മാധ്യസ്ഥം തേടണം. അവരുടെ ജീവിത മാതൃക നമ്മൾ പകർത്തണം, അനുകരിക്കണം. അതല്ല അവസരപ്പാത്തും പറഞ്ഞ് നീതിക്ക് പകരം മുഴുവൻ അകൃത്യങ്ങളും അനീതിയും വഞ്ചനയും ചതിയും ഒക്കെ നടത്തിക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ചിട്ട് ഒരു ദിവസം പൊടിയായി കഴിഞ്ഞിട്ട് ഞാൻ ഓസേപ്പായതുകൊണ്ട് അവിടെ ചെല്ലുമ്പോ പത്രോസ് പറയും, മോനെ നീ എവിടേക്കാ? ഞാൻ ഓസേപ്പാണ്, എന്റെ ആൾ ഇതിനകത്തുണ്ട്. പത്രോസേ, നിന്നേക്കാളും നീതിമാനാണ് ഓസേപ്പ്. നീ 3 വട്ടം ഒരു പെണ്ണിന്റെ മുമ്പിൽ തള്ളിപ്പറന്നാണല്ലേ, നിന്നേക്കാളും മാന്യനാണ്, നീതിമാനാണ്. മാനവിക മോനെ അവിടെ നീ പറഞ്ഞതൊക്കെ സത്യമാണ്. ഞാൻ 3 വട്ടം തള്ളിപ്പറഞ്ഞവനാണ്. ഗുരുവിനെ ഞാൻ തള്ളിപ്പറഞ്ഞതാണ്, ഒക്കെ ശരിയാണ്. എന്നാൽ അവന്റെ അഗ്നി, അവന്റെ രക്തം എന്നെ കഴുകി. അവന്റെ അഗ്നി പഴയ പത്രോസിനെ ദഹിപ്പിച്ചു. ഞാൻ പുതിയ പത്രോസാണ്. അത് നീ അറിഞ്ഞില്ല അല്ലേ? അവിടെ നമ്മൾ തലകെട്ട വിശുദ്ധന്റെ ജീവിത മാതൃക ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ, അവനെ ഞാൻ അനുകരിക്കുന്നില്ല, അവളെ ഞാൻ അനുകരിക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ആ പേര് വഹിച്ചുകൊണ്ട് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധരെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അവരെ സ്നേഹിക്കണം, അവരോട് ബഹുമാനമുണ്ടാകണം. നമുക്ക് പിതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി കുടുംബത്തിന്റെ നാഥനാണ് ഇപ്പോ 2-4 വരി കൂടി ബോധ്യം തന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്ന കുറച്ച് വേർഡ്സ് ആ ബോധ്യം തന്ന് കൂടുതൽ മാധ്യസ്ഥത്തിലേക്കും പ്രാർത്ഥനയിലേക്കും പിതാവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമുക്ക് എണീറ്റ് നിൽക്കാം. നമ്മൾ എഴുതിയ വിഷയങ്ങൾക്കൊക്കെ കരങ്ങളിൽ നിന്ന് എടുത്തുപിടിക്കാം. എഴുതിയ വിഷയങ്ങളെല്ലാം കരങ്ങളിൽ എടുത്തുപിടിക്കാം. കഴിഞ്ഞ നാളുകളിൽ എഴുതി പിതാവിന്റെ ബെഡിനടിയിൽ നമ്മൾ വെച്ച അനേകം വിഷയങ്ങൾക്ക് വിടുതൽ കിട്ടിയിട്ടുണ്ട്. നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രത്യേക വിഷയങ്ങൾ, നിയോഗങ്ങൾ പിതാവ് വഴി
നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. അഭിഷേകങ്ങൾ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന പിതാവായ ദൈവമേ, അവിടുന്ന് പിതാവിനെ നീതിമാനായി കാണുകയും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനായി നൽകുകയും ചെയ്തല്ലോ. ഈ പുണ്യപിതാവിന്റെ ശക്തമായ മാധ്യസ്ഥം ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളും കുടുംബ ജീവിതങ്ങളും പ്രാർത്ഥനാ ജീവിതവും വിശുദ്ധീകരിക്കപ്പെടാൻ, അനുഗ്രഹിക്കപ്പെടാൻ, നീതീകരിക്കപ്പെടാൻ ആബാ പിതാവേ, ആബാ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിലും മാറേസ്യ പിതാവിന്റെ ശക്തമായ മധ്യസ്ഥതയിലും ഞങ്ങളുടെ അമ്മയായ വിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥതയാലും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ, ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ അത്ഭുതകരമായ വിടുതൽ തന്ന്, സൗഖ്യം തന്ന്, അനുഗ്രഹം തന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരിക്കണം. പിതാവിന്റെ പ്രത്യേക മാധ്യസ്ഥം തേടുന്നു. 11 അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആലപിക്കാൻ പറ്റിയ ട്യൂണാണ്. ഇരുന്നു. നമ്മള് നിത്യസ്നേഹായ മാതാവ് എന്നുള്ള പാട്ട് നമുക്ക് ബൈഹാർട്ടാണ് അല്ലേ, എല്ലാവർക്കും അറിയാം. ആ ട്യൂണിൽ തന്നെയാണ് ഇതിന്റെ ലിറിക്സ്. അപ്പോ 4 വരി കൂടി തന്നത്, അതിന്റെ അവസാന ഭാഗം ഒന്ന് കാണിച്ചു. പിന്നെ 4 വരി കൂടി പുതുതായിട്ട് തന്നത് ഇതാണ്. ലോകത്തിൻ ദീപമാകാ ഭൂമി ഉപ്പായിടാ സുവിശേഷ സാക്ഷികളാ ലോകത്തിലെങ്ങും പോകാ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ. അല്ലേ, നമുക്ക് ആർക്കും ഈസി ആയിട്ട് അല്ലേ ഇതിന്റെ ട്യൂണിട്ട് 1, 2, 3 അല്ലെങ്കിൽ ABC ട്യൂണിട്ട് പാടുന്ന, അങ്ങനെ വളരെ ഈസി ആയിട്ട് പാടാൻ പറ്റുന്ന വേർഡ്സ് ആണ്. നമ്മൾ ഒത്തിരി വലിയ അനുഗ്രഹങ്ങള് പിതാവിന്റെ മാധ്യസ്ഥം വഴിയാണ്. പ്രാർത്ഥിക്കാൻ സ്നേഹദാതാ
ഹാർഡായിട്ടുള്ള ലിറിക്സ് ഒന്നുമല്ല. വേഴ്സൊക്കെ വളരെ സിമ്പിളാണ്. ഇവിടെ നമുക്ക് ബൈഹാർട്ടാക്കാം. അപ്പോൾ ഓരോ വെള്ളിയാഴ്ചയും ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം നമ്മൾ നേടുമ്പോൾ ഇത് ഒരുമിച്ച് പാടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. എല്ലാം ഉണ്ട് അതിനകത്ത് അല്ലേ? എല്ലാ കാര്യങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എല്ലാം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് പെട്ടെന്ന് അങ്ങനെ മനസ്സിൽ അനുഭവം തോന്നിച്ച ചില വാക്കുകൾ വരികളാക്കിയതാക്കി. അപ്പോൾ അതിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവും തീർച്ചയായിട്ടും. നമ്മുടെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വെച്ച ആ നിയോഗത്തിന്റെ വിഷയത്തിന്റെ മേളിലാണ് ആള് കടപ്പുറപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ആളാണ് കഴിയുന്നത്. ആള് അതിങ്ങനെ ഓരോന്നോരോന്ന് പെറുക്കിയെടുത്ത് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പെട്ടെന്ന് പോകത്തില്ല സ്ഥലത്തിന് പോകുന്നത്. കാരണം ഈ നെറ്റൊന്നും ക്ലിയറല്ല. മനസ്സിലായോ? നെറ്റ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും വിഷയങ്ങൾ ഒറ്റയടിക്ക് പോകണമെന്ന് പറഞ്ഞാൽ നടക്കുമോ ചെന്നിട്ടാ? നടക്കത്തില്ല. മനസ്സിലായോ? അത് ക്ലൈമറ്റ് ഒക്കെ എങ്ങനെ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് വിടുതൽ കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. നമ്മുടെ ആൾക്കൊരു മാറ്റവും ഇല്ല, അവന്റെ നീതിക്കൊരു മാറ്റവും വന്നിട്ടില്ല, ഒരു പ്രശ്നവുമില്ല. അത് ചില സാങ്കേതിക തടസ്സങ്ങൾ നമ്മിൽ ഉള്ളത് കൊണ്ടാണ് അത് അനുഗ്രഹമായി നമ്മിലേക്ക് വരാത്തത്. മനസ്സിലായോ? തടസ്സമാണ് അല്ലേ? സൂര്യൻ ഇപ്പൊ കത്തി ജ്വലിച്ചു നിൽക്കല്ലേ? അല്ലേ അല്ലേ? നമുക്കിപ്പോ സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോ? എന്തുകൊണ്ട്? എന്താ തടസ്സം? കാർമേഘമല്ല. ഈ സമയത്ത് ഭൂമി സൂര്യനെ മറച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയാൽ സൂര്യൻ മറക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വെളിച്ചവും ചൂടും ലഭിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്ത് വെച്ച മറച്ചിരിക്കട്ടെ. തമ്പുരാന്റെ കൃപ ചങ്കിനകത്തേക്ക് ഇറങ്ങാതിരിക്കാൻ തക്കവണ്ണം നമ്മൾ എന്ത് വെച്ചാണ് മറച്ചിരിക്കുന്നത് അത് നീ എടുത്തു മാറ്റണം. അതെടുത്ത് ബോധപൂർവം മാറ്റണം. ഔസേപ്പിതാവിന്റെ അടിയെ കൊണ്ടുവന്ന് സാമാനം വെച്ചെന്ന് പറഞ്ഞൊന്നും അതെടുത്ത് മാറ്റണം. അവിടെയാണ് അനുഗ്രഹം പറന്നെത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചകളിൽ വെച്ച വിഷയത്തിന് എന്തെങ്കിലും വിടലുണ്ടോ? കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചത്തെ പറഞ്ഞു അല്ലേ? പറഞ്ഞു ബെന്നിക്ക് ജോലി കിട്ടി, നീനുവിന് അല്ലേ നല്ലൊരു ഫോൺ വാങ്ങാൻ പറ്റി. പിന്നെ എന്തായിരുന്നു? എന്റെ ഫോണായിരുന്നല്ലോ എന്തോ ഞാൻ എന്താ പറഞ്ഞു? എന്തായിരുന്നു എന്റെ എന്തൊരു സംഭവം പറഞ്ഞിരുന്നു? ആ ശുശ്രൂഷ ഔസേപ്പിതാവിന്റെ നാമത്തിലുള്ള പള്ളിയില് ശുശ്രൂഷ പിതാവ് കൊണ്ടുപോയി ചെയ്യിപ്പിച്ചു. അതാണ് വലിയ കാര്യം. നിനക്ക് പ്രലാറ്റിൻ ചർച്ച എല്ലാ ബുധനാഴ്ച അതൊരു വലിയ വിടുതലാണ് അല്ലേ? ഈ ആഴ്ച എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങളാണ്. എങ്കിലും എടുത്ത് പറയാൻ തക്ക രീതിയിൽ എടുത്ത് പറയാൻ അല്ലേ? നമ്മുടെ കുഞ്ഞിന്റെ അവസ്ഥ ചിലപ്പോ നാളെ മുറിയിലേക്ക് മാറ്റുന്നുള്ള രീതിയാണ്. ഇവർക്കൊന്നും അറിയത്തില്ല. നമ്മൾ 5 വർഷം പ്രാർത്ഥിച്ച ജോസഫിന്റെ മകൾക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തതാണ്. കുഞ്ഞിന് കാർഡിയക്കൽ പ്രോബ്ലം, ഒരു വെയിലിൽ ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ ഐസിയുവിലാണ്, വെന്റിലേറ്ററിലാണ്. ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ബലിയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ കർത്താവ് വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ അപകടത്തിലേക്ക് നീങ്ങേണ്ട സാഹചര്യം ഉണ്ടായി. പക്ഷേ
നമ്മൾ ശക്തമായിട്ട് പിടിച്ചു. ദൈവം തിരിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. തമ്പുരാൻ തിരിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ വിടുതലാണ്, ഏറ്റവും വലിയ വിടുതലാണ്. നമുക്ക് നന്ദി പറയാം, കർത്താവിന് നന്ദി പറയാം. തുടർന്ന് നമ്മുടെ സഹോദരൻ ഉണ്ണികൃഷ്ണൻ നീ എപ്പോ ഒത്തിരി അകലേക്ക് വന്നിരിക്കുന്നവരാണ്. ആദ്യം പറഞ്ഞതിലും അവസാനം വന്നവർ മനസ്സിലാക്കി. അന്ന് ഒരു കൂട്ടായ്മയിൽ സാക്ഷ്യം കൊടുക്കാനായിട്ട് അവർ വന്നില്ല, ഇത്രയും അകലെ നിന്നത്. അതുപോലെ പ്രാർത്ഥന എടുക്കാനായിട്ട് സംഭവിച്ചു കഴിഞ്ഞു, ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ബാക്കി ഉണ്ടായിരുന്നത് കഴിഞ്ഞ പോയ മണിക്കൂറുകളിൽ സംഭവിച്ചു കഴിഞ്ഞു. ഈശോ ഇടപെട്ട് കഴിഞ്ഞു. മനസ്സിലായോ? ഇനി പ്രത്യേക ചെറു പ്രാർത്ഥന വേണ്ട, കഴിഞ്ഞു. പക്ഷെ എന്നാൽ നമ്മൾ കൂട്ടായ്മ ഒരുമിച്ച് പ്രാർത്ഥിക്കും. എന്തായിരുന്നു നമ്മള് പ്രാർത്ഥിച്ചപ്പോ സഹോദരനുണ്ടായ അനുഭവം ഉണ്ടായി, അതൊന്ന് സാക്ഷ്യപ്പെടുത്തി. നേരെ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ ഡയാലിസിന് എടുക്കുമ്പോൾ പ്രാർത്ഥിച്ചിരുന്നു. മാതാവിനോടും പുണ്യാളിനോടും സുഖപ്പെടുത്തണമെന്ന്. അതെന്താ സംഭവിച്ചത്? നമുക്ക് എന്തായിരുന്നു പ്രശ്നം? 2 കിഡ്നിയിലും പമ്പിങ് നിലച്ചു. അപ്പൊ പമ്പിങ് ഇല്ല, മൂത്രം പോകാതായി. 2 കിഡ്നിയുടെയും പമ്പിങ് നിലച്ച് യൂറിൻ പോകാതെ ബ്ലോക്കായി നിൽക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ ഐസിയുയിൽ കിടക്കുമ്പോ എന്റെ മുഖത്തോട് പോകുന്ന യേശുക്രിസ്തുവിന്റെ ഫോട്ടോ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അതിൽ നോക്കി പ്രാർത്ഥിച്ചു, സുഖപ്പെടുത്തണമേ, ഒരു കുഴപ്പം കൂടാതെ കാക്കണമേ എന്ന് പറഞ്ഞു. ഒരു 3 ദിവസത്തെ ഡയാലിസിസ് കഴിഞ്ഞു. മൂത്രം ചെറുതായിട്ട് പോയി തുടങ്ങി. പിന്നെ ഒരു 6 എണ്ണം കഴിഞ്ഞപ്പോൾ വീണ്ടും മൂത്രത്തിൻ്റെ അളവ് വർദ്ധിച്ചു തുടങ്ങി. 9ാമത്തെ ഡയാലിസിസ് കഴിഞ്ഞു, നിർത്താമെന്ന് പറഞ്ഞു. മരുന്നുമ്മ ലാഭം. 9ാമത്തെ കഴിഞ്ഞപ്പോൾ യൂറിൻ്റെ അളവുകൾ നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ ഡോക്ടർ പിന്നെ വന്നിട്ട് പറഞ്ഞു പമ്പിങ് ആയി തുടങ്ങി, യൂറിൻ്റെ അളവും കൂടി തുടങ്ങി നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സഹായിച്ചത്. ഡയാലിസിസ് നിർത്തി. കരങ്ങളടിച്ച് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. ഡോക്ടർ നമ്മളോട് വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് നല്ലൊരു അനുഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഈ ഡയാലിസിസ് നിർത്താനും പറ്റില്ല, നിങ്ങൾക്കിത് ഇത്രയും പെട്ടെന്ന് പമ്പിങ് ആവുമെന്നും വിചാരിച്ചതല്ല. അപ്പം ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒപ്പമുള്ള പലരും വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവർ നമ്മളോട് പറയുക, ഇത് ഞങ്ങൾ ഇത്ര നാളായി ഇതുവരെയും ഇപ്പം നമ്മളെ അവിടെ ഡയാലിസിൻ്റെ പമ്പിങ്ങിൻ്റെ ഇതൊക്കെ അവരെടുത്ത് കളയാമെന്ന് കളഞ്ഞു. പിന്നെ നമുക്ക് ഡയാലിസിസ് വേണ്ടി വന്നില്ല, മരുന്നുമ്മൽ മാത്രം. ഇപ്പോൾ 45 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ 1 മാസം കിടന്നു, 28 ദിവസം. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ 10 ദിവസത്തെ കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചെന്നു. ടെസ്റ്റുകളിലൊക്കെ ക്രിയാറ്റിൻ കുറഞ്ഞ് നമുക്ക് 4.9. പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. ടെസ്റ്റുകൾ നടത്തി ക്രിയാറ്റിൻ 4.9, 0.9 ആയി. ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ചെല്ലാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ 12-ാം തീയതി പോകണം. ഇനി ക്രിയാറ്റിനൊക്കെ ടെസ്റ്റ് ചെയ്ത് സോഡിയം ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകണം. ഇനി ചെല്ലുമ്പോൾ ഇന്നത്തെ റിസൾട്ട് അറിയാം. ഇപ്പം നമുക്ക് വേറെ ഇപ്പോൾ ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാമെന്നാണ് പറഞ്ഞിരിക്കണം നമ്മളോട്. ഇപ്പം വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മൾ കർത്താവിന്റെ വചനം തന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് അനുഭവമാണ് അന്നേരം നമുക്കുണ്ടായത്? അല്ല, അതിൽ നിന്ന് നമുക്കൊരു നല്ലൊരു ശരീരം കൊണ്ട് നമുക്ക് ആ അനുഗ്രഹത്തിൽ ഞങ്ങൾ ബ്രദറിനെ വിളിച്ചു പറഞ്ഞു. വചനം
ശ്രദ്ധിച്ചേ, വചനം, കർത്താവിന്റെ വചനം, അതായത് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവം ആകുന്നു എന്ന ആ വചനം എടുത്താണ് നമ്മൾ പ്രാർത്ഥിച്ചത് അല്ലേ? ഫോണിക്കൂടെ ഇത് എത്ര സമയം, ഒരു 15 മിനിറ്റ് സമയം പ്രാർത്ഥിച്ചു ഫോണിക്കൂടെ. ആ സമയത്ത് നമുക്കുണ്ടായ അനുഭവം അല്ല, ശരീരത്തിനോ നമുക്കൊരു മൊത്തത്തിലൊരു കുളിരിയാടിയാ നമുക്ക് അനുഭവപ്പെട്ടത്. കുളിര് അനുഭവപ്പെട്ടു. അതായത് കർത്താവിന്റെ വചനം നമ്മള് ഫോണിലൂടെ പറയുമ്പോ, പ്രാർത്ഥിക്കുമ്പോ സഹോദരൻ ഉണ്ണികൃഷ്ണന് ഒരു കുളിര് അനുഭവപ്പെടുകയാണ്. കുളിര്, അതായത് അത് എവിടെ നിന്ന് തല മുതല് നമുക്ക് കാലിൽ തൊട്ടേ നമുക്ക് മൊത്തം ശരീരത്തിൽ മൊത്തം ഒരു കുളിരിയാടി നമുക്ക് അനുഭവപ്പെട്ടു. ഒരു കുളിര് അനുഭവപ്പെടുകയാണ്. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നതാണ് കുളിര്. നമുക്ക് നേരെ നേരെ ഈ ഫോട്ടോ എടുക്കുന്നത്, ഈശോയുടെ ഫോട്ടോ കിടക്കുന്ന ക്രൂസ് രൂപം കിടക്കുന്ന നേരെ ഫേസ് ടു ഫേസ് ആണ്. ഞാൻ കിടക്കുന്ന ബെഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആ ഫോട്ടോ തൂക്കിയിട്ടിരിക്കുന്നത് യേശുവിന്റെ. യേശു ഇതാ നിന്നെ സുഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോ നേരെ ഫ്രണ്ടില് ഈശോയുടെ ക്രൂസ് രൂപം കിടക്കുന്നു. ആ ക്രൂസ് രൂപത്തിൽ നോക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ വചനം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്, മരുന്നിലല്ല, മെഡിക്കൽ സയൻസിലല്ല, ഡോക്ടേഴ്സിലല്ല, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ വചനമാണ് എല്ലാവരെയും സുഖപ്പെടുത്തുന്നത്. ആ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അത് ആള് വിശ്വസിച്ചു, ആ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു. ആ വചനം സൗഖ്യമായി ഇതാ മാറി. പമ്പിങ് നിലച്ച കിഡ്നി ഏതാണ്ട് നോർമൽ അവസ്ഥയിലേക്ക് വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡയാലിസിസ് അല്ലേ പറഞ്ഞിരുന്നതാണ്. ഇതാണ് കർത്താവിൽ വിശ്വസിക്കുന്ന, അവന്റെ വചനത്തിൽ മുറുകെ പിടിക്കുന്ന വിശ്വസിക്കുന്ന മക്കൾക്ക് അവൻ സൗഖ്യമായി, അനുഗ്രഹമായി, വിടുതലായി, സ്നേഹമായി, കരുതലായി, കാവലായി ഒക്കെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ആ കൂട്ടായ്മയിലേക്ക് അവര് ഇന്ന് ഇത്രയും ദൂരത്തിൽ നിന്ന് കടന്നു വന്ന് ആ സാക്ഷ്യം പറയാനും അതുപോലെ പ്രാർത്ഥനയ്ക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയ തമ്മിലും വെപ്രാളൊക്കെ ഉണ്ട്. സാരമില്ല, കുഴപ്പമില്ല. എന്നിരുന്നാലും യേശു കർത്താവ് എന്നെ സുഖപ്പെടുത്തി എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഉണ്ണികൃഷ്ണൻ എന്ന സഹോദരൻ വിശ്വസിക്കുന്നു. മെഡിക്കൽ സയൻസ് അല്ല, യേശു കർത്താവ് എന്നെ സുഖപ്പെടുത്തി. എന്റെ മുൻപിൽ തൂങ്ങിക്കിടന്ന ആ ക്രൂശിത രൂപം 3 കാര്യരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ട് എന്നെ നോക്കി, മോനെ ഞാനാണ് നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവം, മരുന്നോ അല്ല ഔഷധമോ ഒന്നുമല്ല, എന്റെ വചനം ഞാനാണ് നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവം. വചനത്തിന്റെ ശക്തിയാലാണ് ഈ മകൻ ആരോഗ്യത്തോടെ നിൽക്കുന്നത്. തുടർന്ന് കർത്താവ് വലിയ അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിന്റെ മേൽ വർഷിക്കുക. ഈ ജോലിക്ക് പോകാനുള്ള ആരോഗ്യം എല്ലാം കർത്താവ് വീണ്ടെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ കരുണ, യേശു കർത്താവ് എന്നെ മരണത്തിന്റെ വാസത്തിൽ നിന്ന് കരകയറ്റി എന്ന് അനേകരോട് പറയാൻ തക്കവണ്ണം നമുക്ക് 2 കിഡ്നിനെ പമ്പിങ് നിലച്ചാൽ ഏത് നിമിഷവും സംഭവിക്കാം. ഒരുപക്ഷെ ഒരു ഡയാലിസിസിന് കാത്തിരിക്കാൻ വരെ സമയം അനുവദിച്ചു കിട്ടിയെന്ന് വരില്ല. കർത്താവിന്റെ വലിയ കരുണയാണ്, ഈ മകനോടുള്ള സ്നേഹമാണ്. ഉണ്ണികൃഷ്ണൻ മാമൂസ് സൗമ്യ വ്യക്തിയാണോ? ക്രിസ്ത്യാനിയാണോ? അല്ല. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ദൈവത്തിന് പക്ഷപാതമില്ല, മുഖനോട്ടമില്ല. അവന്റെ നാമത്തിൽ വിശ്വസിക്കുകയും നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളും രക്ഷ പ്രാപിക്കും. ഒരു സംശയമില്ല. അതിന്റെ നേർസാക്ഷ്യമാണ് ഈ സഹോദരൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെങ്കിലും പറയാനുണ്ടോ? ഏറെ വേദനിച്ച് വിഷമിച്ച് ജീവിത പങ്കാളിന്റെ അടുത്ത് അല്ലേ? ഇപ്പൊ എന്താ തോന്നുന്നു? എന്താ തോന്നുന്നു ഇപ്പോ? സന്തോഷം. ആരാണ് സുഖപ്പെടുത്തിയത് ജീവിത പങ്കാളിയെ? ഒന്ന് ഉറക്കെ പറഞ്ഞ് എല്ലാവരും കേൾക്കട്ടെ.
അതെ, യേശു കർത്താവ് ജീവിത പങ്കാളിയെ സുഖപ്പെടുത്തിയ ആ സന്തോഷമാണ് ഉള്ളില് അനുഭവിക്കുന്നത്. താങ്ക് യു ജീസസ്. ദുഃഖം തളം കെട്ടിക്കിടുന്ന കുടുംബ പശ്ചാത്തലം. അവിടെ ഇതാ നിന്റെ നാഥൻ, നിന്റെ ദൈവം രക്ഷകനായി സൗഖ്യദായകനായി കടന്നു വന്നു. തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഉണ്ണികൃഷ്ണ സഹോദരനിലും ഉണ്ടായേക്കാളും അഭിഷേകം എന്നിലായിരുന്നു. ഒറ്റം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കൃപ കൊണ്ട് നിറയായിരുന്നു. മനസ്സിലായോ? ഞാൻ പ്രാർത്ഥിച്ചപ്പോ എന്റെ ശരീരം പോരിത്തിരിക്കുകയായിരുന്നു. എനിക്ക് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി നമുക്ക് സിഗ്നൽ കിട്ടി. കർത്താവ് അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ സമാധാനത്തിലും സന്തോഷത്തിലുമാണ് ഈ കുടുംബം. കർത്താവിന് നന്ദി പറയാം. നന്ദി പറഞ്ഞോളൂ, എപ്പോഴും നന്ദി പറഞ്ഞോളൂ. നന്ദി. പോയിരുന്നു നമ്മള് ഇതറിയാത്ത, ഇതുപോലെ ദുഃഖത്തിലും വേദനയിലും രോഗത്തിലും മരണത്തെ മുഖാഭിമുഖം കണ്ട് വേദനിക്കുന്ന മക്കളോട് പറയണം, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്നെയും സുഖപ്പെടുത്തും. മെഡിക്കൽ സയൻസ് അല്ല, ഡോക്ടേഴ്സ് അല്ല. നീ വിശ്വസിച്ചാൽ അത് ഒരു പൈസയും മുടക്കില്ല. നീ വിശ്വസിച്ചാൽ മാത്രം മതി, സുഖപ്പെടുത്തും. ഇനി അങ്ങോട്ട് ഉണ്ണികൃഷ്ണ സഹോദരൻ ഇത് പറയാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം അത് പൂർണ്ണാരോഗ്യം വീണ്ടെടുത്ത് നമ്മൾ പറയുന്ന വ്യക്തിയും നമ്മൾ ആരോട് പറയുന്നു ആ വ്യക്തിയും പറയുന്ന നമ്മൾ ഈ യേശു കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ അകത്തായിരിക്കും നമ്മൾ. ആ വലയത്തിലായിരിക്കും നമ്മൾ. ആ ഒരു വലയം നമ്മളെ കാത്തുപരിപാലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിരാശ വേണ്ട, ദുഃഖം വേണ്ട, ഒന്നിനെ കുറിച്ച് ആകുലത വേണ്ട. അവൻ നോക്കിക്കൊള്ളും. ഒരൊറ്റ സമർപ്പണം. യേശുവേ, നീ എന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് എനിക്കറിയാം. മുഖം നോക്കുന്നവനല്ല, ജാതി നോക്കുന്നവനല്ല, കളർ നോക്കുന്നവനല്ല, സൗന്ദര്യം നോക്കുന്നവനല്ല. നീ എന്നെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് എനിക്കറിയാം. നീ എന്റെ രക്ഷകനാണെന്ന് എനിക്കറിയാം. എന്നെ രക്ഷിച്ച യേശുവേ, നിനക്ക് നന്ദി. ഈ ഒരു നന്ദിയുടെ വാക്ക് എല്ലാ ദിവസവും നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. കാരണം ഈ കൂട്ടായ്മയിൽ മരണത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന സംഭവങ്ങൾ ഒത്തിരി ഉണ്ട്. ക്രൈസ്തവരുടെ മക്കളെ മരണത്തിൽ നിന്ന് 15 ദിവസമൊക്കെ ആയുസ് അമൃത ഹോസ്പിറ്റലിൽ പറഞ്ഞു ഉപേക്ഷിച്ച ഗസ്റ്റ് ഒക്കെ ഈ കൂട്ടായ്മ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ആരോഗ്യത്തോടുകൂടി ജോലി ചെയ്യുന്നു. വലിയ അനുഗ്രഹം കുടുംബത്തിന്റെ മേൽ ചൊരിഞ്ഞു. സാമ്പത്തിക ഭദ്രതയുണ്ടായി. പക്ഷേ തന്നവനെ മറന്നുപോയി. നമ്മൾ മറന്നോട്ടെ, കൂട്ടായ്മ മറന്നോട്ടെ, പക്ഷെ തന്നവനെ, ദാതാവിനെ മറക്കാൻ പാടില്ല. അതിനുള്ള അനുഭവം അതിനുണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടാണ് നോക്കുന്നത്. നന്ദി യേശു. എല്ലാ ദിവസവും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിന് മുഴുവൻ സാക്ഷികളാകേണ്ടവരാണ് നമ്മളെ. അവസാനിപ്പിക്കാൻ നമ്മള് ഇന്ന് 4 വരി ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് ആത്മാവ് ഒരു പ്രചോദനം തന്നതാണ്. ലോകത്തിന്റെ ദീപമാകാൻ, ഭൂമിയുടെ ഉപ്പാകാൻ, സുവിശേഷത്തിൽ സാക്ഷികളാകാൻ, ലോകത്തിലെങ്ങും പോകാൻ, ലോകത്തിലെങ്ങും പോകാൻ. നമുക്കും പോയി അവനോടൊപ്പം മരിക്കാം. ആര് പറഞ്ഞതാ? നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവ് അല്ലേ?
ഭാരതത്തില് വചനം ആകുന്ന വിത്ത് വിതച്ചവൻ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. യോഹന്നാൻ 11 എവിടെയാണ് കിടക്കുന്നത്? 16. യോഹന്നാൻ 11:16. അവനോടൊപ്പം പോയി നമുക്ക് മരിക്കാം. കാരണം സുവിശേഷത്തിന് വേണ്ടി ഒരുവൻ മരിക്കുമ്പോൾ അവനിൽ മറ്റൊരു കാര്യം ആ ഓൺ ദി സ്പോട്ടിൽ സംഭവിച്ചിരിക്കും. എന്താണ്? മറ്റൊരു ജനനം സംഭവിച്ചിരിക്കും. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. ഭയമില്ലാതെ സാക്ഷ്യം വഹിച്ചവൻ അല്ലേ? അവൻ പറഞ്ഞ വാക്ക് അനർത്ഥമാക്കി. മൈലാപ്പൂരിലെ അല്ലേ ശത്രുക്കളുടെ കുന്തമുനയാൽ അവൻ പറഞ്ഞ വാക്ക് അവൻ പൂർത്തിയാക്കി, അനർത്ഥമാക്കി. അവന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി മരിച്ചു. നമുക്ക് പോകാം. ഹല്ലേലൂയ. അതിന് എന്ത് ചെയ്യണം എന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സുവിശേഷമാകാൻ, സുവിശേഷം കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ലൂക്കാസ് സുവിശേഷം 14-ാം അധ്യായം. മതി. 14:26. സ്വന്തം പിതാവിനെയും മാതാവിനെയും. കേട്ടോ? സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും. മറ്റൊരു സുവിശേഷത്തിൽ പറയുന്നില്ല, ലൂക്ക മാത്രമേ പറയുന്നുള്ളൂ. ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല. എന്താ അതിന്റെ അർത്ഥം? ശരി, മക്കളിൽ അമിതാശ്രയം വെക്കരുതെന്ന് അതിന്റെ അർത്ഥം. ഭാര്യയിൽ ഭർത്താവിൽ, മനസ്സിലായില്ലേ? കൂടുതൽ ആശ്രയം ഭർത്താവിൽ വെച്ചിട്ട്, ഭാര്യയിൽ വെച്ചിട്ട്, മക്കളിൽ വെച്ചിട്ട് അവസാനം തകർന്ന ഒരു ഹൃദയവുമായി ജീവിക്കേണ്ട അവസ്ഥ ഇന്ന് ആയിരക്കണക്കിന് മക്കളുടെ ജീവിതം നമ്മുടെ മുമ്പിൽ തുറന്ന പുസ്തകം പോലെ ഉണ്ട്. അതുകൊണ്ട് ഈശോ പറയുന്നത്, നിന്റെ ആത്മീയ ജീവിതത്തില്, പ്രാർത്ഥനാ ജീവിതത്തില് ഞാനായിരിക്കണം ഒന്നാം സ്ഥാനത്ത്. നിന്റെ ജീവിതത്തിലെ പ്രൈമറി എന്ന് പറയുന്നത് ഞാനായിരിക്കണം. ബാക്കിയെല്ലാം താഴേക്ക് പറയും. 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും 4ാം സ്ഥാനത്തും 5ഉം 6ഉം സ്ഥാനത്ത്. ഇന്ന് നമ്മൾ 1ാം സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് എന്താ? ഒരു 95% ആളുകൾ 1ാം സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് എന്താണ്? അത് ഓരോരുത്തരും സ്വയം വിലയിരുത്തട്ടെ. നിങ്ങളുടെ മനസാക്ഷിക്ക് ഞാൻ വിട്ടുതന്നിരിക്കുന്നു. എല്ലാവരും സമ്മതമൊന്നും ഞാൻ പറയുന്നില്ല. ചിലര് മണ്ണ് അല്ലേ, ചിലര് വേറെ ചില സംഭവങ്ങള്, അതെ അതൊക്കെ ഇരിക്കുക. എന്നാൽ ജീവനെ തന്നെയും വെറുക്കാതെ നമ്മൾ കണ്ടു. ഒറീസയില് 2 കുഞ്ഞുങ്ങളെയും അപ്പനെയും
ജീവനോടെ RSSകാര് ജീപ്പിലിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച സംഭവം ഒറീസയില്. അവര് സായിപ്പന്മാരാ, യൂറോപ്യൻസാ. ഭാരതത്തിന് സുവിശേഷ വേലക്കായിട്ട് വന്നതാണ്. പാവങ്ങളെ ചേർത്ത് പിടിക്കാൻ, രോഗികളെ സഹായിക്കാൻ, അവരെ കുളിപ്പിക്കാൻ, അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വന്ന ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന മനുഷ്യൻ, 2 ആൺകുഞ്ഞുങ്ങളും, മതഭ്രാന്ത് തലയ്ക്ക് കയറി മൂത്ത സർപ്പവിഷം ചീറ്റുന്ന പിശാചിന്റെ സന്തതികൾ ജീവനോടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയാണ്. ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ ഞാൻ ക്രൂശിതനിലേക്ക് നോക്കിക്കൊണ്ട് അവരോട് ക്ഷമിക്കുന്നു. മാധ്യമങ്ങളുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ പറഞ്ഞു, ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ഗ്രഹാം സ്റ്റെയിൻസിന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച മനുഷ്യൻ ഇന്നിതാ മാനസാന്തരപ്പെട്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസത്തെ ദീപിക പത്രത്തില് ഞാൻ ഇട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടുണ്ടായിരുന്നു. ആ മനുഷ്യൻ മാനസാന്തരപ്പെടുക മാത്രമല്ല ചെയ്തത്, മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ അനുയായിയായിട്ട് മാറി. ഗ്രഹാം സ്റ്റെയിൻസ് ജീവൻ കൊടുത്തെങ്കിൽ ആ 3 ജീവന് ഇനി നേടാൻ പോകുന്ന ആത്മാക്കൾ 3000 അല്ല, 3 ലക്ഷമല്ല. നമ്മൾ പറയും അല്ലേ, നീചൻ, ദുഷ്ടൻ, അവൻ ചെയ്ത പ്രവൃത്തി. നമ്മുടെ തമ്പുരാന്റെ പദ്ധതി എന്ന് പറയുന്നത് അത് ഉപരി നന്മയ്ക്കായിട്ടുള്ള പദ്ധതിയാണ്. അനേകായിരങ്ങളെ. മറ്റൊരു സംഭവം മധ്യപ്രദേശിലെ ഇൻഡോർ റാണി എന്നറിയപ്പെടുന്ന സിസ്റ്റർ റാണി മരിയ, നമ്മുടെ അയൽപക്കത്തുകാരി, പുല്ലുവഴിക്കാരി, 50-ൽ പരം കുത്തുകളേറ്റ്, 55-ൽ പരം കുത്തുകളേറ്റ്. ഭാരതത്തിന്റെ 55ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന അതേ ദിവസം അത്രയും തന്നെ കുത്തുകളേറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസിന്റെ ഉള്ളിൽ കുത്തി മലർത്തി കാട്ടിലേക്ക് വലിച്ച് എറിഞ്ഞ സംഭവം. ആ കുത്തി മലർത്തിയവൻ റാണി മരിയയുടെ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കുന്നതിന് മുൻപ് ആ അപ്പന്റെ അമ്മയുടെ അടുത്ത് വന്ന് പെരുമ്പാവൂർ പുല്ലുവഴിയിൽ അപ്പന്റെ അമ്മയുടെ അടുത്ത് വന്ന് പാദങ്ങൾ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവൻ മാനസാന്തരപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് അവൻ ഇൻഡോറിൽ 100 കണക്കിന് ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവനാണ് സത്യദൈവമെന്നും ലോകത്തിൽ ഒരു രക്ഷകനുണ്ടെങ്കിൽ അത് മിശിഹായാണ്, അത് ക്രിസ്തുവാണ്, ജീസസ് ആണെന്ന് അവൻ അറിയാവുന്ന ഭാഷയിൽ വിളിച്ചു പറയുകയാണ്. ഇന്ന് സിസ്റ്റർ റാണി മരിയയുടെ കബറിടത്തിൽ ആ 55-ൽ പരം കുത്തുകൾ കുത്തി വലിച്ചെറിഞ്ഞ ചെന്നു വീണ ആ സ്ഥലത്ത് ഏതൊരു വ്യക്തി പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനിലേക്ക് ഇറങ്ങി വരുന്നു. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ സുഖപ്പെടുന്നു. ഡോക്ടേഴ്സ് തള്ളിക്കളഞ്ഞ, മെഡിക്കൽ സയൻസിൽ മരുന്നില്ലാത്ത രോഗികൾ അമ്മയുടെ ആ കബറിടത്തിൽ ചെന്നുമുട്ടുമേൽ വീണ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. പിന്നെ ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോ അങ്ങനെയൊരു രോഗമില്ല, അങ്ങനെയൊരു രോഗാണുക്കളും
അവരുടെ ശരീരത്തിലില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നിതാ അൾത്താരയിലേക്ക് കയറാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവളെ എടുത്ത് ഉയർത്തി. മരണത്തിന് തന്റെ ജീവനെ വിട്ടുകൊടുത്തപ്പോൾ, സുവിശേഷത്തിന് വേണ്ടി വിട്ടുകൊടുത്തപ്പോൾ സ്വർഗം അവളെ മാനിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ഇത് നമ്മൾ പറയാതിരുന്നാൽ എങ്ങനെ മറ്റുള്ളവർ അറിയും? അറിയാത്തവരെങ്ങനെ അറിയും? പറയാതിരുന്നാൽ എങ്ങനെ അവർ കേൾക്കും? എങ്ങനെ അറിയും? ഇപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ എന്ന സഹോദരന് ഇങ്ങനെ നമ്മുടെ ഓമന ചേച്ചി വഴി ബന്ധപ്പെട്ട് നമ്പർ കൊടുത്ത് വിളിച്ച് വചനം കൊടുത്ത് യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴല്ലേ നടന്നത്? അല്ലെങ്കിൽ അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ അബദ്ധ സിദ്ധാന്തങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും അന്ധവിശ്വാസത്തിലേക്കും പോകും. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പ്രശ്നക്കാരൻ്റെ കൊടുത്തു, അവൻ പറഞ്ഞ 10,000 കൊടുത്ത് തൽക്കാലത്തേക്ക് ഒരു സമരം. കാരണം എന്താ? 10,000 കൊടുത്ത് ചെയ്താണല്ലോ സുഖം കിട്ടുമെന്ന് മനസ്സിലൊരു സുഖം. ആ സുഖം ദിവസങ്ങളോളം നിലനിൽക്കും. അത് കഴിയുമ്പോ വീണ്ടും ഇവിടെ 10,000 വേണ്ട. ഉണ്ണികൃഷ്ണൻ സഹോദരയുടെ 10,000 വേണ്ട, ഒരു പോലും വേണ്ട. വിശ്വസിച്ചാൽ ഈ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. അതുകൊണ്ട് അറിഞ്ഞ സത്യത്തെ, ഈ സത്യത്തെ അറിയാൻ ആഗ്രഹിച്ച നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ആഗ്രഹം സഫലമാക്കിക്കൊണ്ട് നമ്മുടെ ജൈത്രയാത്ര നമ്മൾ തുടരണം. അത് പൂർത്തീകരിക്കണം, എത്തിക്കണം. അതിനാണ് ദൈവം നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ഈ രക്തസാക്ഷികളെയൊക്കെ കൊണ്ടുവന്ന് നിർത്തുക. ഏതെങ്കിലും വിധത്തിൽ അവരുടെ ജീവൻ വിലയുള്ളതായി അവർ കണ്ടില്ല. ഞാൻ ഏറെ ആഗ്രഹിച്ചതാണ് സൗദി അറേബ്യയില് രക്തസാക്ഷിയാകണമെന്ന്. നടന്നില്ല. അതിനുള്ള വിശുദ്ധി ഉണ്ടായില്ല. അതാണ് എന്റെ കാര്യം. വിശുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആയിപ്പോലെ. വിശുദ്ധി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മള് പകുതി ലോകത്തിലും പകുതി ദൈവത്തിലൊക്കെ ആയിട്ടല്ലേ നമ്മളെല്ലാം അല്പസ്വല്പമൊക്കെ സമ്പാദിക്കണം ആഗ്രഹത്തോടെ. എന്നെ പിടിക്കപ്പെട്ടപ്പോഴും ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, ഞാൻ കൂട്ടായ്മയിലെ മക്കളോട് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ വിളിച്ച് അവരോട് പറഞ്ഞു, പിടിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഒരു റിലീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി ശാക്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞേ, ആത്മാവ് ശക്തീകരിക്കാൻ ഭയങ്കര ബുദ്ധിയായിരിക്കുക. ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാകണമെന്ന് ബുദ്ധിയായി. അതിപ്പോഴും ഉണ്ട് കേട്ടോ, തീർന്നിട്ടൊന്നുമില്ല. അതിപ്പോഴും ഉണ്ട്. ഇപ്പൊ കുറെ കാലത്തേക്ക് കർത്താവ് ഇങ്ങനെ ഒരു സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കഴിയുമ്പോ ഈശോ എന്താണ് പറയുന്നത്, എന്താണ് നമ്മളെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മള് എന്തിനും വില്ലിംഗ് ആയിരിക്കണം. എന്തിനും വില്ലിംഗ് ആയിരിക്കണം. Yes, I am ready. I am ready. Not be afraid. I am ready. നമ്മൾ ഭയപ്പെടേണ്ടത്. ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഇത് നോക്കിയേ, ഞാൻ കൊത്തിയാവുണ്ടെങ്കിൽ ആൾക്കാരിൽ ഇവരൊക്കെ കയറിയിരിക്കുമ്പോ എനിക്ക് ദേഷ്യം ചില സമയത്ത്. മനസ്സിലായോ? ലോകത്തിൽ എങ്ങനെ ജീവിച്ചതാണ് ഇവര്? തന്നിഷ്ടം പോലെ ജീവിച്ചത്. അയ്യോ, എങ്ങനെ ജീവിച്ചതാണ്? ഇവിടെ നമ്മൾ ആഗ്രഹിക്കണം. അതിന് ഒരേ ഒരു വഴിയാണ് തമ്പുരാൻ നമ്മുടെ മുൻപിൽ വയ്ക്കുക. പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, നിന്റെ ജീവനെ തന്നെയും വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. ശിഷ്യനാണെങ്കിൽ ഗുരു കാണിച്ചു തന്ന അതേ വഴിയുള്ളൂ.
ഒരൊറ്റ മാർഗമേ ഉള്ളൂ, വേറൊരു വഴിയില്ല, വേറൊരു മാർഗമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മുടെ ജീവൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് കർത്താവ് പറയുന്നത്, നിന്റെ ജീവനെ നീ വെറുക്കണം. ജോബിനെ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നീ ഒരു സംഭവത്തെ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയായിരിക്കും? എളുപ്പത്തിൽ ഒരു വ്യക്തിയെ ശത്രുവാണോ ബന്ധുവാണോ ഒരു വ്യക്തിയെ വെറുക്കാൻ പാടില്ല. നമ്മൾ വെറുക്കാൻ പാടില്ല ആരെയും. നമ്മൾ വെറുത്തു കഴിഞ്ഞാൽ കൊലപാതകയ്ക്ക് തുല്യമാണെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് മത്തായി 5 അപ്പൊ ഒരു വ്യക്തിയോട് ഭയങ്കര വെറുപ്പ്, പിന്നെ ആ വ്യക്തിയായിട്ട് ചെന്ന് നമുക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടോ? നമുക്ക് ആദ്യം തീർച്ചയായിട്ടും വന്ന വ്യക്തിയോട് നമുക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടോ? ഇല്ല അല്ലേ? പറ്റത്തില്ല. അവനെ വിളിക്കണം, സാധനം കൊണ്ടുവരാൻ വേണ്ടിയല്ല. വിളിച്ചിട്ട് പറയുന്നത്, എടാ നീ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾക്കൊക്കെ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തെങ്കിൽ എന്നോടും ക്ഷമിച്ചാൽ തലവര മാറും, ഇനിയും മാറും. വയസ്സനാന്ന് പറഞ്ഞത് കളിയാക്കണ്ടോ? മാറും. അതെ, രണ്ട് വ്യക്തികളോട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. പറ്റണം. അതാണ് പറയുന്നത്. നമുക്ക് പറ്റണം. നമുക്ക് ശത്രുക്കളില്ല. ഓക്കെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങും തീരത്തില്ല, മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം നമ്മുടെ കർത്താവിന് ഫലമേൽപ്പിക്കണം. എന്റെ ജീവിതം കൊണ്ട് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ചിന്തിക്കുക, എന്റെ ജീവിതം കൊണ്ട് എത്രയോ ഒക്കെ ഇല്ലേ? സഹോദരൻ എത്ര വയസ്സായി? 65, 62 അല്ലേ? 70, 66 വന്നിരുന്നു. 66 ഇങ്ങനെയൊക്കെ ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മയുണ്ടായിട്ടുണ്ട്? എന്തെങ്കിലും ഒരു പ്രയോജനം നമ്മുടെ ജീവിതം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്, നന്മയുണ്ടായിട്ടുണ്ട്? വെറുതെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കണം. എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട് എത്രയോ വ്യക്തികളെ ഞാൻ മുറിപ്പെടുത്തുന്നു, എത്രയോ വ്യക്തികളെ ഞാൻ ദ്രോഹിക്കുന്നു. ഇത് നമ്മൾ വെറുതെ നിന്ന് ചിന്തിച്ച് മനനം ചെയ്യണം. എന്നിട്ട് നമ്മൾ തിരിച്ചു വരണം. നീതിമാനായ ദൈവത്തെ ഫ്രീ ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞാനൊരു ഉപകരണമായി മാറണം. ഈ രക്ഷകനെ കാണിച്ചു കൊടുക്കാൻ ഞാനൊരു ഉപകരണമായി മാറണം. നമ്മുടെ ജീവിതം ധന്യമാകും. എത്രയോ മക്കൾ, 100 കണക്കിന് മക്കൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എൻ്റെ 25 വർഷത്തെ, ഞാൻ ജൂബിലി വർഷത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ സൗദി അറേബ്യയിൽ കൂട്ടായ്മ തുടങ്ങിയിട്ട് 25-ാം വർഷമാണ്. 2000 ആണ് അവിടെ ആദ്യ കൂട്ടായ്മ ഏറ്റവും പ്രശ്നവസ്ത്രപ്പെടുന്നത്. 2025 ജൂബിലി വർഷം. 25 വർഷം കൊണ്ട് എനിക്കറിയാം 100 കണക്കിന് ജീവിതങ്ങൾ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നത്, തകർച്ചകളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, രോഗത്തിൽ നിന്നൊക്കെ തിരിച്ചു വന്നത്, ദൈവത്തിലേക്ക് അടുത്തത്, ദൈവസ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും കടന്നു വന്നത് ആയിരക്കണക്കിനുണ്ട്. നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനിക്കാൻ
വകയുണ്ടാകണം, വകുപ്പുണ്ടാക്കണം. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലജ്ജിച്ച് തലതാഴ്ത്തി നമ്മൾ നിൽക്കേണ്ടി വരും. അവിടെ അവിടെ നമുക്ക് വേണ്ടി വാദിക്കാൻ നമ്മുടെ ആൾക്കാരുണ്ടാവും. അമ്മ മാതാവ് ഉണ്ടാവും, സെബിതാവ് ഉണ്ടാവും, പത്രോസ് പോലും ശ്രീമാരുണ്ടാവും. നമ്മുടെ പേരിൽ കാലം വിശുദ്ധ ഗണങ്ങളുണ്ടാവും. നമുക്ക് വേണ്ടി വാദിക്കുവാൻ